ഭക്ഷണവും വെള്ളവുമില്ലാതെ ഒരാൾക്ക് എത്ര കാലം ജീവിക്കാനാവും? അപൂർവ സാഹചര്യങ്ങളിൽ ചിലർ ഏതാനും ദിവസം ഇങ്ങനെ കഴിഞ്ഞുകൂടിയിട്ടുണ്ടാവാം. പക്ഷേ 74 വർഷം ഭക്ഷണവും വെള്ളവുമില്ലാതെ ജീവിക്കുക എന്നത് കേവല കൗതുകമല്ല, അമാനുഷികതയാണ്. നമുക്ക് അഹമ്മദാബാദുകാരൻ പ്രഹ്ലാദ് ജാനിയെ പരിചയപ്പെടാം. കൗതുകലോകത്തിന്റെ പുതിയ ലക്കം ആരംഭിക്കുന്നു. പ്രഹ്ലാദ് ജാനി നാട്ടുകാർക്കിടയിൽ മാതാജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 8-ാം വയസ്സിൽ അംബാദേവിയുടെ അനുഗ്രഹം ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് നാട്ടിൽ പരക്കെയുള്ള വിശ്വാസം. അന്നു മുതൽ ഭക്ഷണവും വെള്ളവും വേണ്ട. 74 വർഷങ്ങളായി തുടരുന്ന ഈ നിരാഹാര ജീവിതത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രലോകത്തിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോളജി ആൻഡ് അലൈഡ് സയൻസിൽ നിന്നുള്ള ഒരു സംഘം ഡോക്ടർമാർ പ്രഹ്ലാദ് ജാനിയുടെ ഈ അപൂർവ സിദ്ധിക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അഹമ്മദാബാദിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ജാനി ഇപ്പോൾ. 15 ദിവസം നീണ്ടുനിൽക്കുന്ന പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ജാനിയുടെ അപൂർവ സിദ്ധിയുടെ ചുരുളഴിച്ചെടുക്കാമെന്ന് ഡോക്ടർമാർ കരുതുന്നു. DIPAS ഡയറക്ടർ ഡോക്ടർ ഇളവഴകനാണ് പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സൈക്കോളജി, ബയോകെമിസ്ട്രി, മോളിക്കുലർ ബയോളജി എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് പഠനം നടക്കുന്നത്. Because this may help in working out strategies for survival without food and water when it is not available. For example, in natural calamities, people do not face this situation. Similarly, our soldiers may also face this situation when they are left in the deserts or in forests or high altitude areas. ജാനിയുടെ അപൂർവ സിദ്ധിയുടെ കാരണം കണ്ടെത്തി അത് മറ്റൊരാൾക്ക് ശീലമാക്കിയാൽ വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഗവേഷകർ കരുതുന്നു. ബഹിരാകാശ സഞ്ചാരികളിൽ ഈ സിദ്ധി കൈവരുത്തിയാൽ ഗ്രഹാന്തര സഞ്ചാരത്തിനുള്ള അനന്ത സാധ്യതകൾ തുറക്കുമെന്നും ഡോക്ടർ ഇളവഴകൻ പറയുന്നു. India is now proposing to have missions to moon, manned mission to moon, and in the long run to Mars also. So how people can survive this strategy? If we understand how people are surviving without food and water, that may help us in working out strategies for making people to live without food or water for longer duration under various environmental conditions. ഗവേഷകരുടെ നിരീക്ഷണത്തിൽ 108 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ജാനി ആഹാരമോ വെള്ളമോ ഇറക്കിയിട്ടില്ല. മലമൂത്ര വിസർജനവും നടന്നിട്ടില്ല. 16 മുതൽ 30 ദിവസങ്ങൾ വരെ ആളുകൾ നിരാഹാരമനുഷ്ഠിച്ചതായി രേഖകളുണ്ട്. പക്ഷേ അവരൊക്കെ 8-ാം ദിവസത്തിന് ശേഷം ധാരാളം വെള്ളം കുടിച്ചാണ് ജീവൻ നിലനിർത്തിയത്. മൂത്രവിസർജനം മുറയ്ക്ക് നടത്തുകയും ചെയ്തിരുന്നു. ജാനിയുടെ കാര്യത്തിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന അവസ്ഥ ഗവേഷകരെ കുഴക്കിയിരിക്കുകയാണ്. I want to tell you that we are all watching a miracle in the science or biology, so to say, because it's already 108 hours since Mataji's admission into this hospital, and he has not eaten anything, he has not drank a little drop of any kind of liquid, but more importantly, he has not passed a drop of urine or stool. That makes science very difficult. A person can live without food and water for 3, 4, 7, 12 days, and we studied during Jain fasting with the past people that people have done fasting for 16 or 30 days, but they were taking water up to 8 days, and certain people certainly they pass urine, but this is a unique phenomenon. ജാനിയുടെ ശരീരത്തിൽ നടത്തിയ മറ്റു പരീക്ഷണങ്ങൾ തരുന്ന വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് വിശ്വസിക്കാനാവുന്നില്ല. ജാനിയുടെ തലച്ചോറ് ഒരു 25-കാരന്റെ തലച്ചോറിന്റെ അതേ ആരോഗ്യസ്ഥിതിയിലാണ് ഇപ്പോഴും. തന്റെ മേലെണ്ണാക്കിൽ ഒരു ദ്വാരമുണ്ടെന്നും ആ ദ്വാരത്തിൽ കൂടി ഇടയ്ക്കിടെ നെറുകയിൽ നിന്ന് 2 തുള്ളി തേൻ ഊർന്നു വരാറുണ്ടെന്നും ആ തേനാണ് തന്റെ ജീവൻ നിലനിർത്തുന്നതെന്നുമാണ് ജാനി തന്റെ സിദ്ധിക്ക് കാരണം വെളിപ്പെടുത്തുന്നത്. യോഗചര്യയിൽ കൂടി ചില ജൈവ പരിണാമങ്ങൾ ജാനിയുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പരീക്ഷണങ്ങളുടെ ആദ്യ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നത്. പരീക്ഷണങ്ങളുടെ പൂർണ്ണഫലം ലഭിക്കാൻ 2 മാസം കാലതാമസമുണ്ടാകും. 35 ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാണ് 24 മണിക്കൂറും ജാനിയെ നിരീക്ഷിക്കുന്നത്. മുറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന 2 വീഡിയോ ക്യാമറകൾ ഇദ്ദേഹത്തിന്റെ ദിനചര്യകൾ ഒപ്പിയെടുക്കുന്നു. മുറിക്ക് വെളിയിലിറങ്ങുമ്പോഴും ഒരു വീഡിയോ ക്യാമറ ജാനിയെ പിന്തുടരുന്നു. ഭക്ഷണവും വെള്ളവുമില്ലാതെ നിരീക്ഷണത്തിൽ 5 ദിവസമായെങ്കിലും ജാനിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതാണ്. ഡോക്ടർമാർ ലിഫ്റ്റിൽ കയറുമ്പോൾ ജാനി പടികൾ നടന്നേ കയറാറുള്ളൂ. ജാനിയുടെ കുടുംബത്തെപ്പറ്റി ആർക്കും വിവരമില്ല. 7-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയെന്നും പിന്നീട് കുറച്ചുനാൾ കാട്ടിൽ അലഞ്ഞു നടന്നെന്നും മാത്രമാണ് ജാനി ഭൂതകാലത്തെപ്പറ്റി പറയുന്നത്.